ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നാടൻ ചിക്കൻ റോസ്റ്റാണ്. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചിക്കൻ്റെ കുറേയധികം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ടു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റിന് ആവശ്യമായ ചിക്കൻ ഇതുപോലെ മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലുള്ളൊരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ചിക്കൻ ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത്. ചിക്കൻ റോസ്റ്റിന് ആവശ്യമായ സവാളയാണിത്. ഞാനൊരു 5 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കിലോ സവാള കാണും. ആ സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. സവാള അരിഞ്ഞതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഓരോ അലകളായിട്ട് വിടർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എണ്ണയിലിട്ട് ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. വലിയ ജീരകം, കറയമ്പ്, പട്ട, ഏലക്ക. ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പുപൊടി. പൊടിക്കാനുള്ള മസാലകൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ കറി ഉണ്ടാക്കുക. അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. സവാള ഇടുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് കൈകൊണ്ട് വിടർത്തിയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ കൂടുതൽ സവാളയൊക്കെ വഴറ്റി കറിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും സവാള നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കണം. അല്ലെങ്കിൽ കറിക്ക് സവാളയുടെ ഒരു മധുരിപ്പ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വഴറ്റുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ധാരാളം സവാള വഴറ്റിയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇതേപോലെ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സവാള ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയും ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സവാള വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ് ഉണ്ടാകും. ഇനി ചിക്കൻ പാകമായി വരുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം കഷ്ണങ്ങൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി പാനും നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആവശ്യമുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തിരി വേവുള്ള ചിക്കൻ ആയതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ തണുത്തുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചിക്കൻ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി ഗ്രേവി ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത് കാരണം ഞാൻ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇഷ്ടമെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. വീണ്ടും നമുക്ക് പാൻ മൂടി ഒരു 10-15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. പല ചിക്കനും പല വേവായിരിക്കും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പാകത്തിന് കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പട്ട, കറയമ്പ്, ഏലക്ക, ജീരകം കൂടെ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മസാല ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മസാലയുടെയും വെളിച്ചെണ്ണയുടെയും നല്ല നാവിൽ കൊതികൂർന്ന നല്ല മണമാണ് ഇതിന്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നാണ് ഞാൻ ഉപയോഗിക്കാതിരുന്നത്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോസ്റ്റ് നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂടോടുകൂടെ ചപ്പാത്തി, പൊറോട്ട, ചോറ്, ബ്രെഡ് ഇവിടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.